ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. വിശ്വാസ വഴിയെ ചരിക്കുന്നവരാണ് നമ്മൾ. ക്രിസ്തു ശിഷ്യരാണ്, അവനെ അനുഗമിക്കുന്നവരാണ്. യേശുവിനെ അനുഗമിക്കുമ്പോൾ, ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 3 കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാന ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റണം. വിശ്വാസത്തിന്റെ സ്വീകരണം, വിശ്വാസത്തിന്റെ ജീവിതം, വിശ്വാസത്തിന്റെ പ്രഘോഷണം. വിശ്വാസത്തിന്റെ പ്രഘോഷണമാണ് പലപ്പോഴും പുറമേ കാണപ്പെടുക. വിശ്വാസത്തിന്റെ ജീവിതമാണ് അതിനടിസ്ഥാനമായി നിലകൊള്ളുക. വിശ്വാസത്തിന്റെ ജീവിതമാകട്ടെ വിശ്വാസം സ്വീകരിക്കുന്നത് എങ്ങനെയെന്നതിനെ സംബന്ധിച്ച കാര്യത്തിലാണ് ഉറപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിശ്വാസം 2 തരത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഒന്ന്, സർവശക്തനായ ദൈവം, എല്ലാം നടത്തിത്തരാൻ കഴിവുള്ള, എപ്പോഴും വെളിപ്പുറത്തുള്ള ദൈവം. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കരുതുക. മറ്റൊന്ന്, അവൻ എനിക്ക് പരിഹാര ബലിയായി, എനിക്ക് വേണ്ടി അവൻ കുരിശിൽ മരിച്ചു, അവൻ എൻ്റെ രക്ഷകനായ ദൈവം എന്ന നിലയ്ക്കാണ്. അങ്ങനെ രക്ഷകനും വിമോചകനുമായവനെ തിരിച്ചറിയുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി സ്വയം മുറിക്കപ്പെട്ടവനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന, അവന്റെ വഴിയെ പിൻചൊല്ലുന്ന ഒരു മാർഗമായിട്ട് വിശ്വാസത്തെ സ്വീകരിക്കാം. ഏത് മാർഗമാണ് വിശ്വാസ സ്വീകരണത്തിന് കാരണമായിട്ടുള്ളത്, അല്ലെങ്കിൽ വിശ്വാസ സ്വീകരണത്തിന് കാരണമായിട്ടുള്ളതെന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. സ്വാഭാവികമായി ഈ ലോകത്തുള്ളവ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഇല്ലാത്തവയൊക്കെ നേടിയെടുക്കാൻ, സുരക്ഷിതവും സൗഭാഗ്യപൂർണമായ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ഈ ദൈവം ഉപകാരപ്പെടുമെങ്കിൽ അവനെ അനുഗമിക്കാം എന്നതാണോ മനോഭാവം? ഈ ലോകത്തിന്റെ എല്ലാ സാധ്യതകളെയും നഷ്ടപ്പെടുത്തി ജീവിതത്തിന്റെ സ്വച്ഛതയെ അവനെ പ്രതി ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്ന, മുറിവേൽക്കാൻ തയ്യാറാകുന്ന ഒരു ഹൃദയത്തോടെയാണോ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്? ഏത് തരത്തിലാണ് വിശ്വാസത്തെ നാം സ്വീകരിക്കുന്നതെന്ന് വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. ഈശോ പറഞ്ഞത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് അനുദിനം എൻ്റെ പിന്നാലെ വരണം. ഈ തന്നെ പരിത്യജിക്കുക എന്നതിന് അവനവന്റെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ബോധ്യങ്ങളെയും ഒക്കെ ഉപേക്ഷിക്കാനുള്ള മനസ്സാണ്. അത്തരത്തിലൊരു മനസ്സോടെ എൻ്റെ പിന്നാലെ ഒരുവൻ വരുമെങ്കിൽ അവൻ എന്നെ അനുഗമിക്കാം എന്നാണ് ക്രിസ്തു പറഞ്ഞത്. ആ ഒരു മനോഭാവത്തോടെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതെങ്കിൽ, ഹൃദയത്തിന് നാഥനും രക്ഷകനുമായി പ്രഖ്യാപിക്കുന്നതെങ്കിൽ, ജീവിതത്തിന്റെ ഒരു കഷ്ടതയോടും ക്ലേശത്തോടും പരാതിയില്ലാത്തവരായി നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മളിപ്പോഴും പരാതിയുള്ളവരാണ്, കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥന എന്ന സമ്മർദ്ദം ഉപയോഗിക്കുന്നവരാണ്. ദൈവസന്നിധിയിൽ നാം വ്യാപരിക്കുന്നത് നമ്മുടെ ജീവിതം സുരക്ഷിതമാകണമെന്ന താല്പര്യത്തോടെയാണ്. അങ്ങനെയാണെങ്കിൽ നാം വിശ്വാസം വഴി സ്വീകരിച്ചിട്ടുള്ളത്, യേശുവിനെ സ്വീകരിച്ചിട്ടുള്ളത്, അവൻ എൻ്റെ രക്ഷകനും നാഥനുമാണ്, എനിക്ക് പരിഹാര ബലിയായവനാണ്, അവൻ എന്നിൽ ജീവിക്കുന്നു, ഞാൻ അവനെ പ്രതി ലോകത്തിന് മരിച്ചു ജീവിക്കും എന്ന നിലപാടോടെയല്ല, എൻ്റെ ജീവിതത്തിൻ്റെ താൽക്കാലികതകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ ഒരു മനോഭാവത്തോടെ ജീവിതം നയിക്കുമ്പോൾ വിശ്വാസ പ്രഘോഷണ വഴി ഇരുളടഞ്ഞതായിട്ട് മാറും. ഇന്ന് പ്രഘോഷണ വേദിയെ വിമർശനാത്മകമായി നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത്, വിശ്വാസ പ്രഘോഷണത്തിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ പരസ്യമായി ഏറ്റുപറയാൻ, അവൻ കുരിശുമരണം വഴി നമുക്ക് നൽകിയ രക്ഷയെക്കുറിച്ച് ലോകത്തോട് പറയാൻ, ഉദ്ധിതനായ അവനിൽ ആശ്രയിച്ച് നിത്യതയെ ഉറപ്പാക്കാൻ, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ വിളിക്കപ്പെട്ട, അല്ലെങ്കിൽ അപ്രകാരം ബോധ്യമുള്ള വിശ്വാസ പ്രഘോഷകർ എപ്രകാരമാണ് ശിഷ്യത്വത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് നാം ഒന്ന് പരിശോധിക്കണം. വിശ്വാസ ജീവിതം നിരന്തരമായി വിമർശനാത്മകമായ ബോധ്യത്തോടെ കാണേണ്ട ഒന്നാണ്. അത് സ്വച്ഛമായി ഒഴുകുന്നൊരു വഴിയല്ല, അത് കുറവേതുമില്ലാതെ പോകുന്നൊരു കാര്യമല്ല. കാരണം ഭൗതികമായ ക്ലേശങ്ങളും ഭൗതികമായ ലോകവും സാഹചര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നു. ബലഹീനതകളുള്ള നമ്മൾ അതിനകത്ത് ജീവിക്കുന്നു. സ്വാഭാവികമായും വിശ്വാസത്തെ പ്രതിരോധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അകക്കാമിനെ തള്ളിക്കളയുന്ന തരത്തിൽ നമ്മൾ തന്നെ നമുക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ വിശ്വാസ പ്രഘോഷണത്തെ വിമർശനാത്മകമായി നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ കാണുന്നില്ലെങ്കിൽ യഥാർത്ഥ മൂല്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. ഏതൊരു തത്വവും ഒരു തത്വസംഹിതയും ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുമ്പോൾ നിരന്തരം ആ തത്വവുമായിട്ട് ഏറ്റുമുട്ടണം,
ആ തത്വം സ്വീകരിക്കുന്ന നമ്മുടെ മനോഭാവങ്ങളുമായിട്ട് ഏറ്റുമുട്ടണം. അവിടെ അത്തരം കാര്യങ്ങളെ കണ്ണുമടച്ച് സ്വീകരിക്കുകയോ നമ്മുടെ ജീവിതത്തെ കേവലമായ ആചാരങ്ങൾ നിലനിർത്തുകയോ ചെയ്യുന്നത് വിശ്വാസ ജീവിതമല്ല എന്ന വാസ്തവം നമ്മൾ തിരിച്ചറിയണം. ചോദ്യം ചെയ്യപ്പെടുകയും നിരന്തരം വിമർശിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ പുരോഗമിക്കാൻ പറ്റൂ. ആ വിമർശനം കേവലം ബാഹ്യതലത്തിലുള്ളതാകരുത്, ആന്തരികമായി അവനവനോട് തന്നെയുള്ളതായിട്ട് മാറുകയും ചെയ്യും. സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്കാ സുവിശേഷം 9-ാം അധ്യായത്തിൽ 57 മുതലുള്ള തിരുവചനങ്ങളിൽ ശിഷ്യത്വം ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്നതിനെ കുറിച്ച് ക്രിസ്തു പഠിപ്പിക്കുന്നു. ശിഷ്യത്വം ത്യാഗങ്ങൾ ആവശ്യപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ നാം അവന് അനുരൂപരായി മാറുകയാണ്, അഥവാ നമ്മൾ ജീവിക്കുന്നത് അവനാണെന്ന് പ്രഖ്യാപിക്കുക. യേശുവാണ് നമ്മിൽ ജീവിക്കുന്നതെങ്കിൽ, നാം യേശുവിലാണ് ജീവിക്കുന്നതെങ്കിൽ ലോക താല്പര്യങ്ങളെ കൈവിടാനും കഷ്ടതകളെ സ്വീകരിക്കാനും തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാനും നേരിടുന്ന എല്ലാ ക്ലേശങ്ങളും സഹിക്കാനും സ്വന്തം ജീവിതം ത്യജിക്കാനും നാം തയ്യാറാകും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആത്മസമർപ്പണത്തിന്റെ വഴിയിലൂടെ മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയൂ. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 57-ാം തിരുവചനത്തിൽ ഒരുവൻ യേശുവിനോട് പറയാണ്, ഞാൻ നിന്നെ അനുഗമിക്കും, നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ വരും. യേശു തിരികെ മറുപടി പറയുന്നത് വരണ്ടെന്നോ വരണമെന്നോ അല്ല. ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. നീ എന്നെ അനുഗമിക്കുമ്പോൾ തിരിച്ചറിയണം, നീ തിരഞ്ഞെടുക്കുന്ന വഴി ആകാശത്തിലെ പക്ഷികൾക്കും കുറുനരികൾക്കും ഉള്ളതുപോലെ വീടില്ലാത്ത, ഇടമില്ലാത്ത ഒരുവന്റെ വഴിയാണ്. ശിഷ്യത്വം പ്രഘോഷിക്കുമ്പോൾ, ലോകത്തോട് സുവിശേഷം പറയുമ്പോൾ, സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ ഹൃദയത്തിലും ഈ ഓർമ്മയുണ്ടാവണം, ഇത് നഷ്ടങ്ങളുടെ ലോകമാണ്, നേട്ടങ്ങളുടെ ലോകമല്ല. സുവിശേഷ പ്രഘോഷകരെയും പ്രഘോഷണത്തെയൊക്കെ ഈ മാനദണ്ഡം വെച്ച് നമ്മൾ പരിശോധിക്കണം. യേശുവിന് വേണ്ടി എന്ന നിലയിൽ, യേശുവിന്റെ ശിഷ്യരെന്ന നിലയിൽ അവനെ പ്രഘോഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട നമ്മൾ ഭാണ്ഡങ്ങൾ സൂക്ഷിക്കുന്നവരും ഇടങ്ങൾ സൂക്ഷിക്കുന്നവരുമായി സുരക്ഷിത കേന്ദ്രങ്ങളിൽ വസിക്കുന്നവരായി മാറിയിട്ടുണ്ടോ? ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. ഈ മണ്ണിൽ ഇടമില്ലാതെ അലയുന്ന ഒരുവന്റെ പിന്നാലെയാണ് യാത്ര എന്ന ഭാവേന ശിഷ്യത്വം സ്വീകരിക്കാൻ തയ്യാറായവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വ്യാകുലങ്ങൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവർക്കെങ്കിലും ഉണ്ടായിക്കൂടാത്തതാണ്. അതുകൊണ്ട് സ്വന്തം സുരക്ഷിതത്വങ്ങളും സ്വന്തം ജീവിതവും പ്രധാനമായി കാണുന്ന ഒരാൾക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല, ജീവിതം കൊണ്ട് അനുഗമിക്കാൻ സാധ്യമല്ല, അവനെ പ്രഘോഷിക്കാനും സാധ്യമല്ല എന്ന കാര്യം ഓർക്കണം. യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ സ്വന്തം ജീവിതത്തിന്റെ സുരക്ഷിതത്വം എന്ന കൂട് തകർത്തുകൊണ്ടല്ലാതെ ഒരാൾക്കും അവനെ അനുഗമിക്കാൻ സാധ്യമല്ല. സാധാരണ പ്രഘോഷകരൊക്കെ പറയുന്നൊരു കാര്യമാണ്, കർത്താവിന്റെ പുറകെ ഇറങ്ങിയതിൽ പിന്നെ എനിക്കൊരു കുറവും ഉണ്ടായിട്ടില്ല, എല്ലാ കാര്യങ്ങളും നടന്നു, കർത്താവ് എനിക്ക് വീട് തന്നു, കാറ് തന്നു, ലോറി തന്നു, എല്ലാ സംവിധാനങ്ങളും തന്നു, കർത്താവ് എന്നെ പരിപാലിക്കുന്നു. അവിടുത്തെ ശുശ്രൂഷിക്കുമ്പോൾ അവിടുത്തെ ശുശ്രൂഷകരെ പരിപാലിക്കുന്നവനാണ് ദൈവം. ക്രിസ്തു പറയാണ്, എന്നെ അനുഗമിക്കുന്നവർക്ക് ഈ വീടും കൂടും ഉണ്ടാവില്ല, എനിക്കോ വീടും കൂടുമില്ല, എൻ്റെ പിന്നാലെ വരുന്നവന്റെ സ്ഥിതി ഇത് തന്നെയാണ്. അതുകൊണ്ട് നീ എന്നെ അനുഗമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതറിഞ്ഞിട്ടാണോ നീ പറയുന്നതെന്നാണ് ചോദ്യം. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 59-ാം തിരുവചനത്തിൽ യേശു അവനോട് പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിനൊന്ന് സംസ്കരിച്ചിട്ട് വരട്ടെ, എന്നിട്ട് നിന്നെ അനുഗമിക്കാം. യേശു അവനോട് പറഞ്ഞത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ എന്നെ അനുഗമിക്കുക. നമ്മൾ എങ്ങനെയാണ് ബന്ധങ്ങളിൽ തുടരുന്നത്? മമതയോടെയാണോ? പലപ്പോഴും സമർപ്പിതരെന്ന ഭാവേന എല്ലാം ഉപേക്ഷിച്ചിറങ്ങി തിരിച്ചവർ വരെ ഇപ്പോഴും ഹൃദയം സൂക്ഷിക്കുന്നത് സ്വന്തം വീടുകളിലാണ്. സുവിശേഷ പ്രഘോഷകരായാലും സമർപ്പിതരായാലും അറിയാതെ ചെയ്തു പോകുന്നൊരു പ്രവൃത്തിയാണ്
ഒരു വ്യാകുലപ്പെടൽ സ്വന്തം കുടുംബത്തെക്കുറിച്ച് വെച്ച് പുലർത്തുന്നു. ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ പറയുന്നത് അങ്ങനെയാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ, അതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ അപ്പൻ പ്രശ്നത്തിലാണ്, അമ്മ പ്രശ്നത്തിലാണ്, കുടുംബ പ്രശ്നത്തിലാണ്. ഈ ലോകത്തുള്ള സകലരെയും സ്വന്തം കുടുംബമായി സ്വീകരിക്കാൻ, ഈ ലോകത്തുള്ള സകലരെയും സഹോദരരായി സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചിട്ടാണ് ശുശ്രൂഷാ ദൗത്യത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത്. അപ്രകാരം പ്രവേശിക്കുന്ന ഒരാൾ തൻ്റെ വീട് ഇപ്പോഴും പ്രധാനമായി കരുതുന്നുവെങ്കിൽ അയാൾ ബാക്കിയുള്ളവരെ അങ്ങനെ സ്വീകരിച്ചിട്ടില്ല എന്നതിനർത്ഥം. ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പേഴ്സണൽ കോണ്ടാക്റ്റുകൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടും. ആ വ്യക്തിപരമായ ബന്ധങ്ങളെ മാത്രം കരുതുന്നവരായി മാറാൻ നമുക്ക് പിന്നെ കഴിയില്ല. എല്ലാ മനുഷ്യർക്കും വിശക്കുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് വിശക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വിശക്കുന്ന സകലരോടും കൂടെയാണെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ടോ എന്ന് തിരക്കാൻ എനിക്ക് കഴിയില്ല. അതെല്ലാം ഈ കൂട്ടത്തിൽപ്പെട്ടതാ. അപ്രകാരം എല്ലാവരുടെയും ഭാഗമാണ്, എല്ലാവർക്കും വേണ്ടിയാണ് ജീവിതമെന്ന് സമർപ്പിക്കുന്ന ഒരാൾ, എല്ലാവരെയും ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് താൻ വന്നിട്ടുള്ളത് എന്ന് ബോധ്യമുള്ള ഒരാൾ, അപ്രകാരം എല്ലാവർക്കും വേണ്ടി കുരിശിൽ മരിച്ച് എല്ലാവർക്കും വേണ്ടി ഭക്ഷണമായി മാറിയ ഒരുവനാണ് തന്നിൽ ജീവിക്കുന്നത് എന്ന് ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് സ്വന്തം ബന്ധങ്ങളിലുള്ള മമതയെ കൈവിടേണ്ടി വരും. ശിഷ്യരെന്ന നിലയ്ക്ക്, പ്രഘോഷകരെന്ന നിലയ്ക്ക്, ശുശ്രൂഷകരെന്ന നിലയ്ക്ക് ഈ ലോകത്ത് പ്രവർത്തിക്കുമ്പോൾ നാം ആലോചിക്കേണ്ടതുണ്ട്, നമുക്ക് ഇപ്രകാരം മമതകൾ ഇപ്പോഴും ശേഷിക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വഴിയിലാണ്, പ്രഘോഷിക്കുന്ന വഴിയിലാണ്, അവനിൽ ജീവിക്കുകയാണെന്ന ബോധ്യത്തിലാണ്. അപ്രകാരം ഒരു ബോധ്യം നിലനിൽക്കുമ്പോൾ ഇക്കാര്യത്തെക്കുറിച്ചും നാം ചിന്തിക്കണം. ഈശോ പറയുന്നുണ്ട്, അമ്മയും സഹോദരങ്ങളും വന്ന് പുറത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോ പറയാണ്, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ദൈവത്തിന്റെ വാക്ക് കേൾക്കുകയും അവൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. ആ ഗണത്തിൽപ്പെടാൻ നമുക്ക് കഴിയുമോ എന്നതിനെ കുറിച്ച് നാം ആലോചിക്കണം. വേറൊരു ഈശോയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗമിക്കാം, അതിനു മുമ്പ് എൻ്റെ വീട്ടുകാരുടെ ഒന്ന് അനുവാദം മേടിക്കട്ടെ. ഈശോ പറയാണ്, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിന് യോഗ്യനല്ല. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ദൗത്യത്തിലേക്ക് വിളിക്കപ്പെട്ടു എന്ന ബോധ്യമുണ്ടാകുന്ന ഓരോരുത്തരും ഹൃദയപരമായി ആലോചിക്കേണ്ടതാണ്, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നുണ്ടോ? പിന്തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നാം നമ്മുടെ സൗഭാഗ്യത്തെ നഷ്ടപ്പെടുത്തുക. ഇത് വ്യക്തിപരമായി വിമർശനാത്മകമായി സുവിശേഷ പ്രഘോഷകരും ശുശ്രൂഷകരും ആലോചിക്കേണ്ട കാര്യമാണ്. ആർജിത സമ്പത്തിന് വേണ്ടിയാണോ, ലോക സുഖങ്ങൾക്ക് വേണ്ടിയാണോ, സ്വന്തം സുരക്ഷിതത്വം തേടിയാണോ, സ്വന്തം ജീവിതത്തെ പ്രധാനമായി പരിഗണിച്ചുകൊണ്ടാണോ ശുശ്രൂഷാ ദൗത്യത്തിൽ പുരോഗമിക്കുന്നത്? സാധാരണ അധ്വാനിച്ച് നേടാൻ കഴിയാത്തത്ര സമ്പത്ത് പലപ്പോഴും പ്രഘോഷകർക്കുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സുവിശേഷമാണ് പ്രഘോഷിക്കുന്നത്, ദാരിദ്ര്യത്തിന്റെ വഴിയാണ്, കിടക്കാൻ ഇടമില്ലാതെ പോയ ഒരുവന്റെ പിന്നാലെയാണ് യാത്ര, ആരും പോലും ഇല്ലാതെ ആയിപ്പോയവന്റെ പിന്നാലെയാണ് യാത്ര. പക്ഷേ നമ്മുടെ ജീവിതം അതിൽ നേരെ വിപരീതം. നമുക്ക് ഈ വീടുണ്ട്, നമുക്ക് ഇടങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്, അതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല. അവയൊക്കെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് ആദ്യം ഓർത്ത് രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ കൂട്ടിച്ചേർത്ത് കിട്ടിയതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനപൂർവ്വം അതിലൊക്കെ രമിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുവെങ്കിൽ വിശ്വാസ വഴിയിൽ എവിടെയോ സ്വീകരണത്തിലും ജീവിതത്തിലും പ്രഘോഷണത്തിലും പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണണം. അതൊരു പിഴവാണ്. ക്രിസ്തുവിനെ പ്രതി സകലം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച അപ്പോസ്തലികമായ ദൗത്യത്തിന്റെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെ ഭൗതിക സുരക്ഷിതത്വങ്ങളുടെ പിന്നാലെയായി പോയിട്ടുണ്ടോ? ആ സുരക്ഷിതങ്ങൾക്കകത്ത് നിന്നുകൊണ്ടാണോ ലോകത്തോട് ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവമായ ആലോചന വ്യക്തിപരമായി ഓരോ ശുശ്രൂഷകനും പ്രഘോഷകനും ഉണ്ടാകണം. മാത്രമല്ല, വിശ്വാസം സ്വീകരിച്ച് ഈ പ്രഘോഷണങ്ങളെയും ശുശ്രൂഷയെയും സ്വീകരിക്കുന്നവരും ആലോചിക്കണം, ഇവരെങ്ങനെയാണ് ഇപ്രകാരം ജീവിക്കുന്നത്? കിടക്കാനിടമില്ലാത്ത ഒരുവന്റെ ഇറങ്ങിപ്പുറപ്പെട്ട ഇവർക്ക് എങ്ങനെയാണ് രമ്യകർമ്മ്യങ്ങൾ, മണിമാളികകൾ? ഇവരെങ്ങനെയാണ് സുഖഭോഗങ്ങളിൽ ജീവിക്കുന്നത്? എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞ് സ്വയം ഉപേക്ഷിച്ച് ഭക്ഷണമാകാൻ വന്നവർ എങ്ങനെയാണ് ഭക്ഷിക്കുന്നത്? എങ്ങനെയാണ് സ്വത്താർജിക്കുന്നത്? ദ്രവ്യാസക്തി പാപകരമാണ് എന്ന് പ്രഘോഷിക്കുന്നവർക്ക് എങ്ങനെയാണ് വരവിൽ കവിഞ്ഞ് സ്വത്തുണ്ടാകുന്നത്? ആലോചിക്കേണ്ട വിഷയം.
വിശ്വാസ സമൂഹം വിശ്വാസം പ്രഘോഷിക്കുന്നവരെയും പരിശോധിക്കണം. വിശ്വാസ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് പ്രഘോഷിക്കുന്നത്, ജീവിത ദൗത്യമാണ് ചെയ്യുന്നത്. പ്രഘോഷിക്കുക എന്നതിനർത്ഥം കേവലം പ്രസംഗിക്കുക എന്നല്ല, ജീവിക്കുക എന്നാണ്. അതുകൊണ്ട് യേശുവിനെ പിന്നാലെ പോകുന്നവർ ഭൗതിക ജീവിതത്തിന്റെ സുരക്ഷിതത്വങ്ങളെയും താല്പര്യങ്ങളെയും കൈവിടാനാകാതെ ആ കെട്ടിൽ തന്നെ പിണഞ്ഞുകൊണ്ട് ഭൗതിക ലോകത്തിന്റെ ഇക്കിളികളിൽ പെട്ടുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നുവെങ്കിൽ കാര്യമായ പെശക് ഈ വഴിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്വയം വിമർശനപരമായി പരിശോധിക്കണം. കലപ്പയിലെ കൈമാറ്റിയിട്ടില്ല, പിതാവിനെ സംസ്കരിക്കുകയാണ്. അഥവാ യേശുവിന്റെ പിന്നാലെ പോയാൽ ജീവിതം സുരക്ഷിതമാകുമെന്ന അബദ്ധബോധ്യത്തിലാണ്. ജീവിതം സുരക്ഷിതമാകുന്നത് സ്വയം നഷ്ടപ്പെടുത്തുമ്പോഴാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അതിന് ഏറെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല, അത് അഴുകിപ്പോകും. സ്വന്തം ജീവിതം അഴുകിപ്പോകും, നഷ്ടമാണെന്ന് തോന്നും, പരാജയമാണെന്ന് തോന്നും, വീണു പോകും. അത്തരം ഇല്ലായ്മകളിൽ, കഷ്ടതകളിൽ, ഞെരുക്കങ്ങളിൽപ്പെട്ട് ദൈവമേ ഞാൻ നിന്നെ പ്രഘോഷിച്ചിട്ടും എൻ്റെ വഴി ഇങ്ങനെയാണല്ലോ, ഗതി ഇങ്ങനെയാണല്ലോ എന്ന് ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കണം, ഈ വഴിയെ പോയാൽ ഇങ്ങനെയാണ്. അത് ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. കിടക്കാനിടമില്ല എനിക്ക്, എൻ്റെ പിന്നാലെ വരുമ്പോൾ സൂക്ഷിക്കണം എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ പിന്നാലെ അനുഗമിക്കുമ്പോൾ ഇതെല്ലാം സ്വാഭാവികം. അതുകൊണ്ട് ലോകം പുറന്തള്ളാം, ഈ ലോകത്തില്ലായ്മകൾ ഉണ്ടാകാം, കഷ്ടതകൾ ഉണ്ടാകാം, പരാജിതരായി കാണപ്പെടാം. സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ശിഷ്യത്വം, ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. സ്വയം ത്യജിക്കുക എന്നതിൽ നിന്നല്ലാതെ അത് പരിപൂർണമാകില്ല. സ്വയം ത്യജിക്കുക എന്നൊരു വഴിയല്ലാതെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് കഷ്ടതകളും സഹനങ്ങളും സ്വീകരിക്കാനും ജീവിതത്തെ തല്ലിത്തകർക്കാനും മനസ്സ് കാണിക്കുന്ന ഒരാൾക്ക് മാത്രമേ ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തോട് അധരം കൊണ്ട് പറയാൻ, ഹൃദയം കൊണ്ട് പറയാൻ സാധ്യമാകൂ എന്ന കാര്യം നമുക്ക് ഗൗരവമായ ഒരു ബോധ്യതരത്തിലുണ്ടാകും. അതുകൊണ്ട് ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിക്കുകയാണോ? ആത്മീയതയിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയിട്ട് ഭൗതിക ലോകത്ത് കെട്ടപ്പെടുകയാണോ? ശാരീരികമായ നിയമങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയുമാണോ ഇപ്പോൾ ഹൃദയത്തിൽ വലുതായി കാണുന്നത്? വിശ്വാസത്തിന് അനുസരണമാണോ പ്രധാനമായിട്ട് കാണുന്നത് എന്ന കാര്യം ഓർക്കണം. വിശ്വാസത്തിന്റെ അനുസരണം നമ്മോട് പറയുന്ന ആന്തരികമായി വിശുദ്ധി പാലിക്കാൻ, ജീവിതത്തിനകത്ത് അവനവനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണമായി മാറാനും പകരമായി നിൽക്കാനും പരിഹാര ബലിയായി മാറാനും ഹൃദയം ഉറയ്ക്കുന്നുണ്ടോ എന്ന കാര്യം ആലോചിക്കണം. അങ്ങനെ ഹൃദയം ഉറയ്ക്കുന്നില്ലെങ്കിൽ എവിടെയോ കാര്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അബ്രഹാം ദൈവം വിളിക്കുമ്പോൾ പോരുന്നത് അബ്രഹാമിന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ടാണ്, അഥവാ പിതൃസ്വത്ത് ഉപേക്ഷിച്ചിട്ടാണ്, സ്വന്തം ദേശം ഉപേക്ഷിച്ചിട്ടാണ്. ദൈവം പറയുന്ന വഴിയെ നടക്കുകയാണ്. ഗലാത്യ 3:6 പറയും, അബ്രഹാം തന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടു. തന്റെ പുത്രനെ പോലും ബലി കഴിക്കാൻ മനസ്സ് കാണിക്കുന്ന, ദൈവം പറയുന്നതിനനുസരിച്ച് മാത്രം ജീവിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തെ പ്രതി അവരന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു മനോഭാവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രഘോഷകരാണ് അല്ലെങ്കിൽ ശിഷ്യരാണ് എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമായി പോകും. ശിഷ്യത്വത്തിന്റെ വഴിയിലാണെന്ന് പറയുകയും ക്രിസ്തുവിന് എതിരായി ജീവിക്കുകയും ചെയ്യുന്നവരായി, വിശ്വാസത്യാഗികളായി നമ്മൾ മാറുന്നുണ്ട്. ആന്തരികമായി വിശ്വാസം ത്യജിക്കുന്നവരായിട്ടാണ് ഇന്ന് വിശ്വാസ ജീവിതം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശുശ്രൂഷ മേഖല ഒരു പ്രൊഫഷൻ ആയി, വിശ്വാസ പ്രഘോഷണം ഒരു തൊഴിലിടമായി, കൂലിക്ക് ചെയ്യുന്ന വേലയായി അധപ്പതിച്ചു പോകുന്നത് പലപ്പോഴും ഇത്തരത്തിൽ അബദ്ധബോധ്യങ്ങൾ ഹൃദയത്തിന് കൂടേറ്റുന്നതുകൊണ്ടാണ്. സ്വന്തം സുരക്ഷിതത്വത്തിൽ നിലനിന്നുകൊണ്ട് ലോകത്തോട് സുവിശേഷം പറയുക എന്നത് സുവിശേഷ പ്രഘോഷണത്തെ പോലും ഒരു ജോലിയായി പരിഗണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിക്കൊണ്ടുപോകും. ന്യായം പറയാനുണ്ടാവും. ധാന്യം മെതിക്കുന്ന കാളയുടെ വായി മൂടിക്കെട്ടരുതെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. പ്രഘോഷകർ അതുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിശുദ്ധ പൗലോസ്ലീഹ ഒരു ഉത്തമമായ മാതൃക കാട്ടിത്തരുന്നുണ്ട്. സ്വയം അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നു, കഷ്ടപ്പാടുകൾ സഹിക്കുന്നു, എല്ലാ വേദനകളിലും സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുമ്പോഴും ക്രിസ്തുവിനെ നെഞ്ചോട് ചേർക്കുന്നു, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു, അപ്പോഴും അനുതാപിയായി ജീവിക്കുന്നു. പ്രഘോഷണ വഴിയിൽ ഒരു വലിയ മാതൃകയാണ് സ്ലീഹ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം. ശിഷ്യത്വത്തിന്റെ ത്യാഗം എന്ന വഴിയിലാണോ നമ്മളിപ്പോൾ ആയിട്ടുള്ളത്, അഥവാ ഒരു സുരക്ഷിത മാർഗമായി ക്രിസ്തുവിനെ നമ്മളിപ്പോൾ കാണുകയാണോ? ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയും താല്പര്യങ്ങൾക്ക് വേണ്ടിയും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി നമ്മൾ മാറിപ്പോയിട്ടുണ്ടോ? വിശ്വാസം പ്രഘോഷിക്കുമ്പോൾ ആ വിശ്വാസ പ്രഘോഷണത്തിന്റെ അടിസ്ഥാനവും ഇങ്ങനെയായി തീരുന്നില്ലേ?
നിങ്ങൾ ക്രിസ്തുവിനോട് അടുത്താൽ നിങ്ങൾക്കെല്ലാം ലഭിക്കും. നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ഉടമ്പടി എടുത്താൽ, നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിക്കുമെന്ന നിലയ്ക്കാണോ നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളെ തന്നെ ഉപേക്ഷിക്കാൻ പഠിക്കുന്ന വഴിയാണോ വിശ്വാസ ജീവിതം? നിങ്ങൾ എല്ലാം നേടിയെടുക്കാൻ നടത്തുന്ന വെപ്രാളമാണോ വിശ്വാസ ജീവിതം എന്ന കാര്യത്തെക്കുറിച്ച് ഗൗരവമായ ഒരു വിചിന്തനം നമുക്കുണ്ടാവണം. അത് പ്രഘോഷകരെ കുറിച്ച് വിശ്വാസികൾക്കുണ്ടാവേണ്ടതുണ്ട്. അതേസമയം തന്നെ പ്രഘോഷകർക്ക് സ്വയമേ ഉണ്ടാവേണ്ടതുണ്ട്. ഓരോ ക്രിസ്തു ശിഷ്യനും ഹൃദയപരമായി ആലോചിക്കേണ്ടതുണ്ട്. ഈ ജീവിതം അവനെ പ്രതി യാഗമായിട്ട് അർപ്പിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കാനുള്ള മനസ്സാണോ എന്നെ നയിക്കുന്നത്? വിശ്വാസത്തിന്റെ കാതലായ സുവിശേഷത്തിന്റെ സത്യത്തെ കൈവിട്ട് സുഖഭോഗങ്ങളും ലോകത്തിന്റെ താല്പര്യങ്ങളും ഹൃദയത്തിനകത്ത് വെച്ച് പൂജിച്ചുകൊണ്ടാണോ നാം ക്രിസ്തുവിന്റെ പ്രഘോഷകരായി, ശിഷ്യരായി ഈ ലോകത്ത് കാണപ്പെടുന്നത് എന്നത് ഗൗരവമായി നമ്മൾ വിമർശനാത്മകമായി, സ്വയം വിമർശനാത്മകമായും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ജനനത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ ക്രിസ്തു ശിഷ്യരുടെ ഒരു ജനനം, ശിഷ്യത്വത്തിന്റെ ഒരു ജനനം കൂടി നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കണം. അവനെ അനുഗമിക്കുന്നവരും അവനിൽ ജീവിക്കുന്നവരുമായി മാറാൻ, നമ്മുടെ പരിമിതികളെ മറികടക്കാൻ നമ്മളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കണം. ആത്മീയ വഴിയെ ദുഷിപ്പിക്കുന്ന കച്ചവട താല്പര്യങ്ങൾക്ക് അതീതമായ ഒരു സുവിശേഷ ലോകം, പ്രഘോഷണ മേഖല നമുക്ക് ചുറ്റുമുണ്ടാകാൻ പരിശുദ്ധാത്മാവിൽ എല്ലാ ശുശ്രൂഷകരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നും ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.